നമുക്കൊരു കാറുണ്ടെന്ന് വിചാരിക്കുക. ഈ കാറിൻ്റെ യഥാർത്ഥ ഉത്ഭവം തേടി ഒരു യാത്ര പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നായിരിക്കും നിൽക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു കാറിനെ അതിൻ്റെ പാർട്ടുകൾ അസംബിൾ ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറക്കുമ്പോഴാണോ, അതോ അത് ഷോറൂമിൽ നിന്ന് താക്കോല് കൈമാറി നമ്മൾ വാങ്ങുമ്പോഴാണോ, നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണോ, അതോ ഇതിൻ്റെ പാർട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണോ യഥാർത്ഥത്തിൽ ആ കാറ് നിർമ്മിക്കപ്പെടുന്നത്? അങ്ങനെ നമ്മൾ അതിൻ്റെ ഉത്ഭവം തപ്പി തപ്പി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാർട്സ് എന്നല്ല, പാർട്സ് ഉണ്ടാക്കിയ കടകളെന്നല്ല, ഈ പാർട്സ് വരാൻ കാരണമായിട്ടുള്ള ഉപകരണങ്ങളുടെ ഭാഗങ്ങൾ, അതായത് മൂലകങ്ങൾ, ലോഹങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങളുടെ ഉത്ഭവത്തിലേക്ക് പോകണം. അത് ക്രമേണ ചെന്നെത്തുന്നത് ഭൂമിയിൽ എവിടെ നിന്ന് ഇത് കണ്ടെത്തി എന്നുള്ള ചോദ്യത്തിലേക്കാണ്. അതിനുശേഷം വരുന്നത് ഇത് ഭൂമിയിൽ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യത്തിലേക്കും. അതായത് ഈവൻ ഒരു സാധാരണ കാറിൻ്റെ ഉത്ഭവം തപ്പിപ്പോയാൽ പോലും നമ്മൾ ചെന്നെത്തുക പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിലേക്കും ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായത് മുതൽ ഇന്നൊരു കാർ എടുത്ത് വെച്ചാൽ അതിൽ കാണുന്ന ഓരോ ഭാഗങ്ങളും എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഘട്ടം ഘട്ടമായിട്ടുള്ള ഉത്തരത്തിലേക്കുമാണ്. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആയിരത്തി 382 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിലൂടെ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് ഒരു കാർ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ പദാർത്ഥങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തൊക്കെയാണ്? പീരിയോഡിക് ടേബിൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ ഹൈഡ്രജൻ മുതൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ മുതലുള്ള ഓരോ മൂലകത്തിൻ്റെയും പ്രത്യേകത അതിൻ്റെ മൂലകങ്ങളുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് അവ കൂടുതൽ കോംപ്ലക്സ് ആയി വരും എന്നുള്ളതാണ്. ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായതും ഒരാറ്റത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് സെൻറ്റർ ഭാഗത്ത് പ്രോട്ടോണും ഇലക്ട്രോണുകൾ അതിനെ ചുറ്റുന്ന ആ ഒരു ഓർഡർ എടുത്താൽ ഒരു പ്രോട്ടോണിന് ഒരു ഇലക്ട്രോൺ ചുറ്റുന്ന രൂപമാണ് അടിസ്ഥാനപരമായിട്ട് ഹൈഡ്രജൻ ആറ്റം. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രോട്ടോൺ എന്നുള്ളത് 2 പ്രോട്ടോണാവും, 3 പ്രോട്ടോണാവും, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർ പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്നതിൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഫ്ലൂറിൻ, അങ്ങനെ പ്ലാറ്റിനവും സ്വർണവും ലെഡും എല്ലാം അടങ്ങിയ വലിയൊരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഏകദേശം നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന വളരെ റെയർ ആയിട്ടുള്ള മൂലകങ്ങൾ ഒഴികെ ഒരുപാട് വസ്തുക്കൾ ഒരു കാർ ഉണ്ടാക്കുന്നതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നൈട്രജനും സൾഫറും ഒക്കെ എവിടെ വരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ നൈട്രജനും സൾഫറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. റബ്ബറിലും അങ്ങനെ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാ മൂലകങ്ങളും ഒരു കാർ ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനപരമായി ആവശ്യമാണ്. എന്നാൽ ഈ മൂലകങ്ങളെ നമ്മളിങ്ങനെ നിരത്തി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ മൂലകങ്ങൾ ഹൈഡ്രജൻ തൊട്ട് നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ബിഗ് ബാങ്ങിന് ശേഷം ഇവ ഓരോന്നും രൂപീകരിക്കപ്പെട്ടത് ഓരോ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ്, ഒരൊറ്റ പ്രോസസ്സിലൂടെ അല്ല. പ്രപഞ്ചമുണ്ടായത് ഒരു വലിയ എക്സ്പോഷനിലൂടെയാണ് അത് ഉണ്ടായതെന്നും അത് കൂടുതൽ വ്യക്തമായി പറയാൻ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നും പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ച് വന്നതാണ് എന്നുമാണ് ഗവേഷകർ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലഭ്യമായ ഏറ്റവും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചമുണ്ടായ സമയത്ത് ഒരു തരത്തിലുമുള്ള ആറ്റങ്ങളോ മൂലകങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് ഗവേഷകർ ഉറപ്പു പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചമുണ്ടായ സമയത്ത് ഊർജം, എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം എനർജിയിൽ നിന്ന് മാറ്റർ, അതായത് ആറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ആറ്റത്തിന് എനർജി ആയിട്ട് മാറാനും കഴിയും. അപ്പോൾ ആദ്യകാല പ്രപഞ്ചത്തിൽ ഊർജം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രപഞ്ചം ഉണ്ടായിട്ടുള്ള ആദ്യകാല നാളുകൾ കഴിഞ്ഞ് ലക്ഷക്കണക്കിന് വർഷം കഴിയുമ്പോഴാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും പ്രപഞ്ചത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി നടക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പരസ്പരം ചേർന്നുകൊണ്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം രൂപപ്പെടുന്നത്. ഈ ഹൈഡ്രജൻ ആറ്റമാണ് ഇന്ന് കാണുന്ന എല്ലാ വസ്തുക്കളുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. നമ്മുടെ ശരീരം മുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാർ എടുത്താലും, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ എടുത്താലും, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്താലും ഒക്കെ തന്നെ അതിലെന്തെല്ലാം പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടോ ഈ പദാർത്ഥങ്ങളെല്ലാം ആദ്യകാലത്ത് ഹൈഡ്രജൻ ആയിരുന്നു. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായു ആയാലും നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഭൂമി ആയാലും എന്ത് സാധനം എടുത്താലും ഇവയ്ക്കെല്ലാം തന്നെ ഉത്ഭവ കാരണമായത് ഈ ആദ്യകാലത്തുണ്ടായ ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജൻ കൺവെർട്ട് ചെയ്ത് പരിവർത്തനപ്പെട്ടുകൊണ്ടാണ് ഓരോ കോംപ്ലക്സ് മൂലകങ്ങൾ ഉണ്ടായത്. ഈ ഹൈഡ്രജൻ ഹീലിയം ആവാനും ഹീലിയം പിന്നീട് ഓക്സിജനും നൈട്രജനും കാർബണും ഇരുമ്പും ആവാനും ഒക്കെ തന്നെ സത്യത്തിൽ ഈ ഹൈഡ്രജൻ ഉണ്ടാകുന്ന ഓരോരോ വ്യതിയാനങ്ങൾ അത്യാവശ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റാൻ തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടറി ആവശ്യമാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ അത്തരത്തിൽ കാണപ്പെടുന്ന ഒരു ഫാക്ടറിയാണ് നക്ഷത്രങ്ങൾ. അതെ, നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എലമെൻ്റൽ ഫാക്ടറിയാണ്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമായി കൺവെർട്ട് ചെയ്യുന്ന ഫാക്ടറി. ഹൈഡ്രജനുകളാൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ പ്രപഞ്ചത്തിൽ ആദ്യകാലങ്ങളിൽ നക്ഷത്ര രൂപീകരണത്തിന് കാരണമായത് ഒരുപാട് ഹൈഡ്രജൻ കൂടി നിന്ന പ്രദേശങ്ങൾ ഗുരുത്വാകർഷണം മൂലം ഒന്നിച്ചു ചേർന്ന് കൊളാപ്സ് ചെയ്ത് ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിലേക്ക് ഞെരിഞ്ഞമരാൻ തുടങ്ങിയതാണ്.
അവയാണ് ആദ്യകാല നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ പ്രപഞ്ചത്തിലെ ആദ്യകാല നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിൽ ഹൈഡ്രജനുകൾ വാതകങ്ങളായി നിന്നിരുന്നവ കൂടിച്ചേർന്നുകൊണ്ട് ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ടൊരു നക്ഷത്രമായി രൂപപ്പെടണമെങ്കിൽ അവിടെ ഒരു ഊർജം ഉണ്ടാകുന്ന പ്രോസസ്സ് ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹൈഡ്രജൻ വാതകങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരു പ്രദേശത്ത് ചേരുകയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിൻ്റെ അകത്ത് ഒരു പ്രോസസ്സ് നടക്കുകയും ചെയ്തു. ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ പേരാണ് ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ, കൂടിച്ചേരൽ റിയാക്ഷൻ. ഫ്യൂഷൻ്റെ മലയാളം എന്ന് വെച്ചാൽ കൂടിച്ചേരുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിശക്തമായ താപനിലയും മർദ്ദവും വളരെ വയലൻ്റ് ആയിട്ടുള്ള ഈവൻറ്റുകളും സംഭവിച്ചാൽ മാത്രമേ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാകും. അതായത് ഒരുപാട് ഹൈഡ്രജനുകൾ കൂടിച്ചേർന്നുകൊണ്ട് അവയുടെ ഊർജ്ജത്തിൻ്റെ പരമാവധിയിലധികം ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഞെരിഞ്ഞമരുമ്പോൾ ആ ഹൈഡ്രജനുകളുടെ അകത്തുള്ള പ്രോട്ടോണുകൾ മറ്റ് ഹൈഡ്രജനകത്തുള്ള പ്രോട്ടോണുകളുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു പ്രക്രിയയിലേക്ക് ഇടപെടാൻ ആരംഭിക്കും. സാധാരണഗതിയിൽ ഒരേ ചാർജുള്ള പ്രോട്ടോണുകൾ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അതിശക്തമായിട്ടുള്ള മർദ്ദമാണ് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഫലമായി ഹൈഡ്രജനുകൾ കൂടിച്ചേർന്ന് ഇറുകി നിൽക്കാൻ ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ് ആദ്യമായിട്ട് അതിശക്തമായിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ പ്രപഞ്ചത്തിൽ ആരംഭിക്കുന്നത്. ഇന്നും സൂര്യനിൽ പ്രധാനമായിട്ട് നടക്കുന്ന പ്രവർത്തനം ഹൈഡ്രജൻ ഫ്യൂഷൻ തന്നെയാണെങ്കിലും ആദ്യകാല നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ ഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഈ ഹൈഡ്രജൻ ഫ്യൂഷൻ്റെ ഫലമായിട്ട് പിന്നീടുണ്ടായത് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ മൂലകമായിട്ടുള്ള ഹീലിയമാണ്. ഹീലിയം കാറിൻ്റെ നിർമ്മാണത്തിന് അത്രത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു പദാർത്ഥമല്ല. ഇങ്ങനെ ഹീലിയമായി മാറി 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 ഹൈഡ്രജൻ മുഴുവൻ ഫ്യൂഷൻ റിയാക്ഷനിലൂടെ കത്തി, സാധാരണ കത്തലല്ല, ഫ്യൂഷൻ റിയാക്ഷനെയാണ് കത്തുക എന്ന് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഹൈഡ്രജൻ കത്തി ഹീലിയമായി നക്ഷത്രത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞെരിഞ്ഞമർന്ന് കുറേ കാലം ഇങ്ങനെ ഊർജ്ജം പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. ചൂടും പ്രകാശവും സൂര്യനെ പോലെ പുറത്ത് വിട്ട് അവസാനം ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കുറയാൻ ആരംഭിക്കും. നക്ഷത്രത്തിൻ്റെ സെൻറ്റർ ഭാഗം മുഴുവൻ ഹീലിയമാകും. ഇത് പ്രപഞ്ചത്തിൻ്റെ ആദ്യകാല നക്ഷത്രങ്ങളിൽ സംഭവിക്കുമ്പോൾ നമുക്കറിയാം പ്രപഞ്ചത്തിൽ മറ്റൊരു മൂലകവുമില്ല. പക്ഷേ ഹൈഡ്രജനെ നക്ഷത്രം എന്ന് പറയുന്ന ഫാക്ടറി ഹീലിയമാക്കി മാറ്റി. ഇനി നക്ഷത്രത്തിന് അതിജീവിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ ഹീലിയത്തെ പരസ്പരം കൂട്ടിച്ചേർക്കുക, അതിലൂടെ പുറത്തു വരുന്ന ഊർജ്ജത്തിൻ്റെ സ്വാധീനത്താൽ നിലനിൽക്കുക. അപ്പോൾ ഹൈഡ്രജൻ ഇല്ലാതായപ്പോൾ ഹൈഡ്രജൻ കത്തി അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂഷനിലൂടെ ഹീലിയമാകുന്ന പ്രോസസ്സ് നല്ല പ്രോസസ്സായിരുന്നുവെങ്കിലും അതിനേക്കാൾ കുറച്ച് ഊർജ്ജം പുറത്തുവിടുന്ന ഇച്ചിരി കഷ്ടപ്പാടുള്ള ഹീലിയത്തെ കൂട്ടിച്ചേർക്കുന്ന പ്രോസസ്സിലേക്ക് ആ നക്ഷത്രം കടക്കും. അങ്ങനെ ഹീലിയത്തിന് ശേഷമുള്ള നൈട്രജൻ, ഓക്സിജൻ, സിലിക്കൺ തുടങ്ങി ഒരുപാട് മൂലകങ്ങളെ ഉണ്ടാക്കാൻ ആരംഭിക്കുന്നത് സത്യത്തിൽ ഈ ആദ്യകാല നക്ഷത്രങ്ങൾക്കകത്ത് ഹൈഡ്രജൻ തീർന്ന് ഹീലിയം ഫ്യൂഷൻ ആരംഭിക്കുമ്പോഴാണ്. നമുക്ക് ഭൂമിയിൽ ഹീലിയം കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് മൂലകങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സ് ഇതുവരെയും നമ്മുടെ ലാബുകളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഹൈഡ്രജൻ ഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഹീലിയം ഫ്യൂഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മർദ്ദവും താപവും ഒന്നും നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നല്ല ചൂടുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ അത്രയും മർദ്ദം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹീലിയം കൂടി ചേരുമ്പോഴാണ് കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് പോലെയുള്ള മൂലകങ്ങൾ ഉണ്ടാകുന്നത്. അതും നക്ഷത്രത്തിൻ്റെ കേന്ദ്രഭാഗത്ത് കുറച്ച് നൈട്രജനായി, കുറച്ച് ഓക്സിജനായി, കുറച്ച് സിലിക്കണായി, ഇരുമ്പായി തുടങ്ങുമ്പോഴുള്ള പ്രത്യേകത ആദ്യകാല നക്ഷത്രങ്ങൾക്ക് പരമാവധി ഹീലിയത്തെ കൂട്ടിച്ചേർത്ത് ഇരുമ്പ് വരെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ. ഇരുമ്പുണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. കാരണം ഇരുമ്പിനെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് അധികകാലം പിടിച്ചു നിർത്താൻ നക്ഷത്രത്തിന് കഴിയില്ല. അതായത് പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ ഭീകരമായിട്ടുള്ള ഒരുപാട് നക്ഷത്രങ്ങളാണ് ഇരുമ്പ് വരെയുള്ള ആദ്യകാല മൂലകങ്ങളെ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരുപക്ഷെ പ്രപഞ്ചമുണ്ടായ സമയത്തുള്ള ആദ്യകാല നക്ഷത്രത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരുമ്പ് ചെറിയ അളവിൽ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ നക്ഷത്രത്തിൻ്റെ ഊർജ്ജം ഉണ്ടാക്കാനുള്ള ശേഷി കുറഞ്ഞതായി അത് മനസ്സിലാക്കുകയും അതൊരു സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിൽ ബിഗ് ബാങ്ങിന് ശേഷം ഏറ്റവും ശക്തമായ മറ്റൊരു പൊട്ടിത്തെറിയാണ് സൂപ്പർനോവ പൊട്ടിത്തെറി എന്ന് പറയുന്നത്. ഈ സൂപ്പർനോവയുടെ ഫലമായിട്ട് നക്ഷത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അത് പലതായി മാറും. ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ഒക്കെ ആയി മാറുന്ന ഒരു പ്രതിഭാസം ഉണ്ടെങ്കിലും ഇത്തരം വലിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവയിലൂടെ പൊട്ടിത്തെറിക്കുമ്പോൾ അവയുടെ ഹൃദയഭാഗത്ത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇരുമ്പ് തുടങ്ങിയ പദാർത്ഥങ്ങളെ ആറ്റങ്ങളായി പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തേക്ക് ചിതറിത്തെറിപ്പിക്കും. കോടിക്കണക്കിന് പ്രകാശവർഷം അകലത്തേക്ക് ഇവയുടെ പദാർത്ഥങ്ങൾ ചിതറിത്തെറിച്ച് ചുറ്റുപാടുമുള്ള മറ്റു പല ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞ വാതക ഭാഗങ്ങളിലേക്ക് മിക്സ് ആകാൻ ആരംഭിക്കും. മാത്രമല്ല ഈ ഒരു സൂപ്പർനോവ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഷോക്ക് വേവ് അതിൻ്റെ സമീപ സ്ഥലത്തുള്ള മറ്റ് ഹൈഡ്രജൻ നിറഞ്ഞ പ്രദേശങ്ങളെ സ്വാധീനിക്കുകയും ആ ഭാഗത്തുള്ള ഹൈഡ്രജൻ ക്ലൗഡുകൾ കൂടിച്ചേർന്നുകൊണ്ട് പുതിയൊരു സെക്കൻഡറി നക്ഷത്രം ഉണ്ടാകാനുള്ള കാരണമാക്കി മാറുകയും ചെയ്യും. ഒരു നക്ഷത്രം മരിക്കുന്നു, അടുത്ത നക്ഷത്രം ജനിക്കുന്നു. സെക്കൻഡറി ആയിട്ട് ജനിക്കുന്ന നക്ഷത്രങ്ങളുടെ പ്രത്യേകത ഈ നക്ഷത്രത്തിൻ്റെ ഷോക്ക് വേവാണ് അവിടെയുള്ള ഹൈഡ്രജൻ
പാളികളെ മുഴുവൻ കൂടിച്ചേർന്നുകൊണ്ടൊരു നക്ഷത്രമാകാൻ സഹായിച്ചത് എന്ന് മാത്രമല്ല, ഈ നക്ഷത്രം ദൂരേക്ക് വലിച്ചെറിഞ്ഞ ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, ഇരുമ്പ് തുടങ്ങിയ പദാർത്ഥങ്ങൾ ഈ സെക്കൻഡറി നക്ഷത്രത്തിൻ്റെ അകത്ത് പെടും. നമുക്ക് ഇരുമ്പ് വരെ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും കിടക്കുന്നുണ്ട് ചെമ്പ്, പ്ലാറ്റിനം, സ്വർണം, ലെഡ് തുടങ്ങിയ പദാർത്ഥങ്ങൾ. എങ്കിലേ നമ്മുടെ കാർ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇരുമ്പ് ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങളായി സെക്കൻഡറി നക്ഷത്രം ജന്മമെടുക്കുന്നു. അവിടെയും ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ പഴയ ആദ്യകാല നക്ഷത്രത്തെ പോലെ അത്ര എനർജറ്റിക്കോ വളരെ വേഗത്തിലോ ജ്വലിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കില്ല സെക്കൻഡറി ആയിട്ടുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാവുക. അതായത് പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ നക്ഷത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും പുറമേ നിന്നുള്ള കുറച്ച് ഹൈഡ്രജനും ചേർന്നുകൊണ്ടുണ്ടാകുന്ന നക്ഷത്രങ്ങൾക്കകത്ത് ഇരുമ്പ് വരെയുള്ള പദാർത്ഥങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിലും ഒരുപാട് ശക്തമായി ജ്വലിക്കാൻ കഴിയില്ല. പക്ഷേ ചെറിയ നക്ഷത്രങ്ങളാണെങ്കിൽ കൂടുതൽ കാലം ജ്വലിക്കും. കാരണം വലിപ്പം കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടും. അപ്പോൾ നക്ഷത്രങ്ങൾ പെട്ടെന്ന് കത്തിത്തീരും. ഇപ്പോൾ ചെറിയ സെക്കൻഡറി നക്ഷത്രങ്ങളാണെങ്കിൽ അതിന് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. പക്ഷേ ഇരുമ്പിനപ്പുറത്തേക്ക് അവർക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് റെഡ് ജയൻ്റായി മാറുക എന്ന് പറയുന്ന. ഇന്ധനം കത്തിത്തീരുന്ന നക്ഷത്രങ്ങൾ ക്രമേണ വലിപ്പം വെച്ച് അവ ചുവന്ന നിറത്തിലേക്ക് പോയിട്ട് അവയുടെ ഊർജം കുറഞ്ഞ സ്വഭാവത്തിൽ എക്സ്പാൻഡ് ചെയ്ത് സൈസ് കൂട്ടാൻ ആരംഭിക്കും. ഇങ്ങനെ സൈസ് കൂട്ടുന്ന സമയത്താണ് ഈ നക്ഷത്രങ്ങൾക്കകത്ത് കാണപ്പെടുന്ന ഇരുമ്പ് വരെയുള്ള ആറ്റങ്ങളുടെ സെൻറ്ററിൽ അല്ലെങ്കിൽ കേന്ദ്രഭാഗത്തുള്ള പ്രോട്ടോണുകളിലേക്ക് മറ്റു പ്രോട്ടോണുകൾ അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കറിയാം എത്ര ശക്തമായിട്ടുള്ളൊരു സാഹചര്യത്തിലും ഇരുമ്പിനപ്പുറത്തേക്കുള്ള ഒരു ആറ്റത്തെ നിർമ്മിക്കാൻ ഒരു നക്ഷത്രത്തിന് കഴിയില്ല, സാധാരണഗതിയിൽ ഫ്യൂഷനിലൂടെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മറ്റ് പ്രോട്ടോണുകൾ വന്ന് ഈ വലിയ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൽ വന്ന് ഇടിച്ച് പ്രോട്ടോണുകളെ അറ്റാച്ച് ചെയ്യുകയല്ല, പകരം ന്യൂട്രോണുകൾ വന്ന് ഈ സെക്കൻഡറി നക്ഷത്രങ്ങളിലുള്ള ന്യൂട്രോണുകൾ വന്ന് ഇരുമ്പ് പോലെയുള്ള, ഓക്സിജൻ പോലെയുള്ള വലിയ ആറ്റങ്ങളുടെ സെൻറ്റർ ഭാഗത്ത് അറ്റാച്ച് ചെയ്യുകയും അവിടെ നിന്ന് ബീറ്റ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഊർജ്ജം പുറത്തു വിട്ടതിന് ശേഷം അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ന്യൂട്രോൺ ക്രമേണ പ്രോട്ടോണായി പരിവർത്തനപ്പെടുകയും ചെയ്യും. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകൾക്ക് പ്രോട്ടോണായി മാറാൻ കഴിയും. അവയിൽ നിന്നും ബീറ്റ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഒരു ബീറ്റ കിരണം പുറത്തു പോയാൽ മതി, ബീറ്റ റേഡിയേഷൻ പുറത്തു പോയാൽ മതി. അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രോട്ടോണുകളും അല്ലല്ലോ അറ്റാച്ച് ചെയ്യുന്നത്. പ്രോട്ടോൺ അടങ്ങിയ സെൻറ്ററിലേക്ക് ന്യൂട്രോണുകൾ വന്ന് ഒട്ടിയുരുമി ഇരുന്നിട്ട് ന്യൂട്രോൺ പതിയെ അങ്ങ് ആൾ മാറി പ്രോട്ടോൺ ആവും. അപ്പോൾ ക്രമേണ ഇരുമ്പിനേക്കാൾ അറ്റോമിക് നമ്പർ കൂടുതൽ പ്രോട്ടോണുകൾ സെൻറ്ററിലുള്ള പുതിയ മൂലകങ്ങൾ രൂപപ്പെടും. അങ്ങനെയാണ് നമ്മൾ കാണുന്ന പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള മൂലകങ്ങൾ. ഇപ്പോൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ചെമ്പ് പോലെയുള്ള മൂലകങ്ങൾ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ ലെയറിൽ രൂപപ്പെടുന്നത്. അപ്പോൾ ഇരുമ്പ് വരെ പ്രൈമറി നക്ഷത്രത്തിലുണ്ടായി, സെക്കൻഡറി നക്ഷത്രത്തിൻ്റെ ഔട്ടർ ലെയറിലാണ് ചെമ്പ് പോലെയുള്ള പദാർത്ഥങ്ങൾ രൂപപ്പെടുന്നത്. ഇനി നമ്മുടെ വീട്ടിലെ വയറിംഗ് എടുക്കുമ്പോഴോ ചെമ്പ് പാത്രം എടുക്കുമ്പോഴോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു നക്ഷത്രത്തിലൂടെ കയറി ഇറങ്ങി ആ നക്ഷത്രം ശ്രമിച്ച് ഒരുവിധം ഇരുമ്പ് വരെയൊക്കെ മാറ്റിയെടുത്ത ആറ്റത്തിനെ മറ്റൊരു നക്ഷത്രത്തിനകത്തുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ചെമ്പ് പ്രപഞ്ചത്തിൻ്റെ എവിടെയോ രൂപപ്പെട്ടത്. അവിടെയും തീരുന്നില്ല. സെക്കൻഡറി നക്ഷത്രം കത്തിത്തീരുമ്പോൾ സാധാരണഗതിയിൽ പ്രപഞ്ചം മുഴുവൻ ഹൈഡ്രജൻ, ഹീലിയം മുതൽ ചെമ്പ് വരെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ട് നിറയുമെങ്കിലും അതിൽ കൂടുതലുള്ള പ്ലാറ്റിനം, സ്വർണം, ലെഡ് തുടങ്ങിയ പദാർത്ഥങ്ങൾ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അവ രൂപപ്പെടണമെങ്കിൽ കുറച്ചുകൂടി വയലൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ് സംഭവിക്കണം. ആ ഈവൻ്റാണ് ന്യൂട്രോൺ സ്റ്റാർ മെർജിങ് എന്ന് പറയുന്നത്. അതായത് വലിയ നക്ഷത്രങ്ങൾ അവരുടെ ഇന്ധനം കത്തിത്തീരുമ്പോൾ സൂപ്പർനോവയിലൂടെ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞല്ലോ. ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി വലിയ നക്ഷത്രങ്ങൾ നയിക്കുന്നത് ന്യൂട്രോണുകൾ മാത്രം അടങ്ങിയ അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന വളരെ കമ്പൈൻഡ് ആയിട്ട് വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള വയലൻ്റ് ന്യൂട്രോൺ സ്റ്റാറുകളിലേക്കായിരിക്കും. അവ വളരെയധികം ഡെൻസിറ്റി കൂടിയ നക്ഷത്രങ്ങളുടെ അന്ത്യരൂപങ്ങളാണ്. ഒരു സ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ അതിന് ബില്യൺ കണക്കിന് ടണ്ണോളം ഭാരം വരുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം ബാക്കി എല്ലാം കൂടി ഇറുകി ന്യൂട്രോണിൻ്റെ രൂപത്തിലേക്ക് പോയി. പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം കൺജസ്റ്റഡായി ന്യൂട്രോണുകളായിട്ട് രൂപപ്പെട്ടു. ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം ചുറ്റുന്ന രീതിയിലുള്ള അകലത്തിലാണ് രൂപപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് നക്ഷത്രങ്ങൾ ഒരേ സമയം സൂപ്പർനോവയിലൂടെ പോയിട്ട് ന്യൂട്രോൺ സ്റ്റാറായിട്ട് മാറുകയാണ് എങ്കിൽ അവ പരസ്പരം ബൈനറി സിസ്റ്റമായിട്ട് ഇങ്ങനെ കറങ്ങാൻ ആരംഭിക്കും. ഇങ്ങനെ കറങ്ങി കുറേ കോടി വർഷം കഴിയുന്ന സമയത്ത് ഇവ പരസ്പരം മെർജ് ചെയ്യും. രണ്ട് വലിയ ന്യൂട്രോൺ സ്റ്റാറുകൾ ആൾറെഡി വളരെയധികം സാന്ദ്രതയുള്ള ഡെൻസ് ആയിട്ടുള്ള രണ്ട് വസ്തുക്കളാണ്. ഇവ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമേറിയ ഒരു പ്രതിഭാസമാണ് ന്യൂട്രോൺ സ്റ്റാർ മെർജിങ് എന്ന് പറയുന്ന. ഈ വയലൻ്റ് ഈവൻറ്റിൽ ഇതുവരെ ഉണ്ടാക്കാൻ കഴിയാത്ത ചെമ്പിന് മുകളിലുള്ള എല്ലാ എലമെൻറ്റുകളെയും നിർമ്മിക്കാൻ കഴിയുന്ന പ്രോസസ്സ് ഉണ്ടാകും. പ്രോട്ടോണുകളെ വീണ്ടും അറ്റാച്ച് ചെയ്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റിനവും സ്വർണവും
ടിന്നും ലെഡും എല്ലാമായി രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. അങ്ങനെ അവർ കൂട്ടിയിടിച്ച് അതിശക്തമായിട്ടുള്ള ഊർജ്ജത്തോടു കൂടി പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറി തൻ്റെ ജീവിതകാലം മുഴുവൻ സൂര്യൻ പുറത്തുവിട്ട ഊർജ്ജത്തെ ഒരു സെക്കൻഡ് കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് പുറത്തുവിടുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അത്രയും ശക്തമായ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയാണ് 2 ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിച്ചുകൊണ്ടുണ്ടാകുന്ന ആ ഒരു എക്സ്പ്ലോഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അത് സൂപ്പർനോവയല്ല, ന്യൂട്രോൺ സ്റ്റാർ കൊളിഷനാണ്. ന്യൂട്രോൺ സ്റ്റാർ കൊളിഷൻ്റെ ഫലമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുകളും പ്രപഞ്ചത്തിൽ രൂപപ്പെടുന്നത്. ഈ എലമെൻറ്റുകൾ ഏകദേശം സ്വാഭാവികമായിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും ഭൂമിയിലുണ്ട് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഭൂമി പിന്നീട് രൂപപ്പെട്ട സമയത്ത് അത് പ്രൈമറി നക്ഷത്രത്തിൻ്റെ ഉള്ളിലുള്ള മൂലകങ്ങളെയും സെക്കൻഡറി നക്ഷത്രത്തിൻ്റെ ഉള്ളിലുള്ള മൂലകങ്ങളെയും ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിച്ച പദാർത്ഥങ്ങളും എല്ലാം അടങ്ങിയ ഒരു ക്ലൗഡിൽ നിന്നാണ് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ടത്. നമ്മുടെ സൂര്യൻ രൂപപ്പെട്ടപ്പോൾ അതിനു ചുറ്റും ഭൂമി ഉണ്ടാകാൻ കാരണമായ പദാർത്ഥങ്ങളെല്ലാം കൂടിച്ചേർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഭൂമിയുടെ ഉദയത്തെക്കുറിച്ച് പറയാം. ഇങ്ങനെ എല്ലാ ഈവൻറ്റുകളുടെയും ഫലമായിട്ട് അവയുടെ ഘടകങ്ങൾ അടങ്ങിയ ഒരു വലിയ ക്ലൗഡിൽ നിന്നാണ് സോളാർ സിസ്റ്റം ഉണ്ടായത് എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അത്തരത്തിൽ അവയിൽ ബാക്കി വന്നിരുന്ന ഹൈഡ്രജനുകളെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് സൂര്യൻ സെൻറ്റർ ഭാഗത്തുണ്ടാവുകയും സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ട് ഹെവി എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ വലിയ മൂലകങ്ങൾ അടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം ഒരുകി ഒലിച്ച് കൂടിച്ചേർന്ന് പല ഗ്രഹങ്ങൾ ഉണ്ടാവുകയും സൂര്യൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോയ ഗ്യാസുകളെല്ലാം ചേർന്ന് ഗ്യാസ് ജെയിൻറ്റുകൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഗ്രഹങ്ങളായിട്ടുള്ള ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവയെല്ലാം തന്നെ ഹെവിയർ മൂലകങ്ങളാൽ നിറഞ്ഞ പാറക്കഷ്ണങ്ങൾ ഉരുകി ഒലിച്ച് ഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയതാണ്. ആദ്യകാല ഭൂമി എന്ന് പറയുന്ന അത്തരത്തിൽ വളരെയധികം ഉരുകി ഒലിച്ചതും മറ്റ് ആസ്ട്രോയിഡുകളും മറ്റും വന്ന് ഇടിച്ച് ഇന്ന് കാണുന്ന പല എലമെൻറ്റുകളാൽ സമ്പുഷ്ടമായതുമാണ്. പക്ഷേ അന്ന് ഉരുകി ഒലിച്ച ഭൂമിയിൽ പ്രധാനമായിട്ടും ചെമ്പും മറ്റ് പദാർത്ഥങ്ങളുമൊക്കെ തന്നെ സൾഫറുമായിട്ട് ചേർന്ന് മുകൾ ഭാഗത്ത് ലാവ പോലെ കിടക്കുകയും നിക്കല്, ഇരുമ്പ്, സ്വർണം തുടങ്ങിയവ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാൻ ആരംഭിക്കുകയും ചെയ്തു. ചുട്ടുപഴുത്തിരിക്കുന്ന അവസ്ഥയിൽ അവയുടെ സ്വഭാവവും ഡെൻസിറ്റി അനുസരിച്ച് ഭൂമിയുടെ ലെയറുകളിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഉള്ളത് ഇരുമ്പും നിക്കലും ഒക്കെയാണ്. പക്ഷേ അങ്ങ് ഉള്ളിലേക്ക് പോകാതെ ട്രാപ്പായി കിടന്ന കുറേ വസ്തുക്കൾ ഭൂമിയുടെ സർഫസിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇരുമ്പിൻ്റെ ചില അയോണുകൾ. മൊത്തം ഇരുമ്പും ഭൂമിയുടെ അടിയിലേക്ക് പോയില്ല, ചിലത് ഭൂമിയുടെ സർഫസിൽ നിന്നിരുന്നു. പക്ഷേ അവ പിന്നീട് ഭൂമിയിൽ ജലം എത്തിയപ്പോൾ ജലവുമായിട്ട് കൂടിക്കലർന്നുകൊണ്ട് കടലിലാണ് കാണപ്പെട്ടത്. അന്നത്തെ കാലത്തെ കടലിൽ. അപ്പോൾ അന്നത്തെ ഇരുമ്പും മറ്റ് ധാതുക്കളും എല്ലാം തന്നെ കടലിൽ കാണപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ സ്വതന്ത്ര ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. ഭൂമിയിലെ ആദ്യകാല ജീവനുകളായിട്ടുള്ള സയനോ ബാക്ടീരിയകൾ പോലെയുള്ള ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയുന്ന ജീവികളുടെ സാന്നിധ്യമാണ് ഭൂമിയിൽ ഓക്സിജൻ ഉണ്ടാകാൻ കാരണമായത്. അങ്ങനെ ഭൂമിയിൽ ഒരുപാട് തരത്തിലുള്ള ഓക്സിജൻ ഉണ്ടാകാൻ കഴിയുന്ന ജീവജാലങ്ങളും സയനോ ബാക്ടീരിയയൊക്കെ പ്രവർത്തിച്ച് വെള്ളത്തിലൊക്കെ പ്രവർത്തിച്ച് ഓക്സിജൻ പുറത്തു വിട്ടപ്പോൾ ഈ ഓക്സിജനും കടലിലെ വെള്ളത്തിലടങ്ങിയിരുന്ന ഇരുമ്പും കൂടിച്ചേർന്നുകൊണ്ട് തുരുമ്പെന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ഓക്സിജനും ഇരുമ്പും ചേർന്ന പലതരത്തിലുള്ള ഓക്സൈഡുകളായി കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതായത് നമ്മൾ ഇന്ന് ഭൂമിയുടെ സർഫസിൽ കാണപ്പെടുന്ന മിക്കവാറും എല്ലാ ഇരുമ്പ് പോലെയുള്ള പദാർത്ഥങ്ങളെയും നമുക്ക് കുഴിച്ചെടുക്കാനും പാറകളുടെ ഡെപ്പോസിറ്റ് കാണാനും കാരണം ആദ്യകാലത്തെ ഭൂമിയിലെ ജീവനുകളായിരുന്ന സയനോ ബാക്ടീരിയകൾ എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അങ്ങനെ ഭൂമിയുടെ അടിത്തട്ടിൽ ഇരുമ്പുകൾ നിറഞ്ഞ് ഭൂമിയുടെ അടിഭാഗം മുഴുവൻ തുരുമ്പ് പോലെ ഇങ്ങനെ കിടന്നു. കടലിൻ്റെ അടിഭാഗം തുരുമ്പ് പോലെ ഇങ്ങനെ കിടക്കുകയും പിന്നീട് കടലും കരയൊക്കെ പരസ്പരം മാറുകയും പ്ലേറ്റുകൾ മാറുകയും ഭൂകമ്പം ഉണ്ടാവുകയും വൻകരകൾ മൂവ് ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ക്വാറികളിലും മറ്റും നമുക്ക് ഇരുമ്പയിര് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഡെപ്പോസിറ്റുകൾ രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കുഴിച്ചെടുക്കുന്ന താരതമ്യേന ഭൂമിയുടെ സർഫസിലുള്ള രീതിയിൽ നമുക്ക് ഇരുമ്പും ചെമ്പും ഒക്കെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുന്നത്. ആക്ച്വലി ഭൂമിയുടെ അടിയിലേക്ക് പോകുന്തോറും ഇത്തരം മൂലകങ്ങളുടെ എമൗണ്ട് വളരെ കൂടുതലാണ്. ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ അത്രയ്ക്കും പോകാനുള്ള ടെക്നോളജിയോ അതിനകത്തുള്ള ചൂടോ നമ്മളെ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലെയുള്ളവ സംഭവിക്കുമ്പോഴും വൻതോതിൽ ഇത്തരം ധാതുകൾ പുറത്തോട്ട് വന്നിട്ട് പ്ലേറ്റുമായിട്ട് രൂപപ്പെടുകയും അതിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള മൂലകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഘടകങ്ങൾ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ കാർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം ലെഡ് വരെയുള്ള മൂലകങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ഭൂമിയിൽ എത്തിച്ചേരുകയും ചെയ്തത്. ഇനി ആദ്യകാലത്ത് നമ്മളെ ഓക്സിജൻ നിർമ്മിക്കാൻ സഹായിച്ച സയനോ ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞല്ലോ. അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സസ്യങ്ങളെ പോലെയുള്ള ജീവജാലങ്ങൾ മണ്ണിനടിയിലായി അത് കംപ്രസ്സായി ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പെട്രോളിയം പദാർത്ഥങ്ങൾ ഭൂമിയുടെ അടിഭാഗത്ത് രൂപപ്പെടാൻ തുടങ്ങിയത്. കോടിക്കണക്കിന് തവണ പല സൈക്കിളുകളിലായിട്ട് ഭൂമി നിറയെ ജീവൻ ഉണ്ടാവുകയും നിറയെ സസ്യലതാദികൾ ഉണ്ടാവുകയും ജീവികൾ ഉണ്ടാവുകയും വംശമറ്റ് പോവുകയും ചെയ്യുമ്പോഴൊക്കെ തന്നെ അവയുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ ഡെപ്പോസിറ്റായി അടിയുകയും അവയുടെ മുകളിലേക്ക് ലെയറുകൾ എത്തിച്ചേരുകയും ഈ വളരെ മർദ്ദം നിറഞ്ഞ ലെയറുകളുടെ രൂപം ക്രമേണ ഹൈഡ്രോ കാർബണുകളായി അവരുടെ ശരീരത്തിലെ പദാർത്ഥങ്ങൾ ഹൈഡ്രോ കാർബണുകളായി മാറുകയും പെട്രോളിയവും കൽക്കരിയും ഒക്കെയായി കൺവെർട്ട് ആവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാറുകളിൽ ഉപയോഗിക്കുന്ന പെട്രോളിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിച്ചത്.
അങ്ങനെ ചിന്തിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ വാഹനം, നമ്മുടെ ഒരു കാറോ ബൈക്കോ എന്ത് പദാർത്ഥവും എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴോ അതിലിരിക്കുമ്പോഴോ ആലോചിക്കുക, പ്രപഞ്ചമുണ്ടായ സമയത്തുള്ള പദാർത്ഥങ്ങളാൽ നിർമ്മിതമാണ് അവ. മാത്രമല്ല ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇനി ശരീരത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും, എല്ലും പല്ലും രക്തവും ത്വക്കും അവയവങ്ങളും മൂലകങ്ങളും എല്ലാം തന്നെ പ്രപഞ്ചത്തിൻ്റെ ആദ്യകാല ബിഗ് ബാങ്ങിന് ശേഷം രൂപപ്പെട്ടതാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.